അരു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പം ഷഹബാസ് കൊല്ലപ്പെട്ടു. അപ്പം ആ കൊന്നവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരവും സർക്കാർ ശരിയാക്കി കൊടുത്തു. അപ്പം ഞാൻ അതിനെ സംബന്ധിച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ആ കമൻ്റ് ഒന്ന് വായിച്ചു കൊടുത്തിട്ട് നിനക്കെന്താ പറയാനുള്ളത്? ഗഫൂറി ലിബോയ് ഹസിക്ക, തെറ്റ് പറ്റി, അത് ശരി തന്നെ. അവരെ ഒരു തിരിച്ചറിവിലേക്ക് കൊണ്ടുവരണം. അവരെ 5 പേർക്കും എവിടെയാണ് വഴിതെറ്റിയത് എന്ന് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരണം. 15 വയസ്സ് മാത്രമേ ഉള്ളൂ. ജീവിതം മുഴുവനും കൊലപാതകയായി ജീവിക്കുന്നതിലും നല്ലത് അവരുടെ തെറ്റ് അവർക്ക് തന്നെ മനസ്സിലായി അവരെ തിരിച്ചു കൊണ്ടുവരുന്നതല്ലേ. നല്ലത്. എല്ലാത്തിനും കാരണം കുട്ടികൾ മൊബൈൽ ഉപയോഗവും മയക്കുമരുന്നുകളുമാണ്. കുട്ടികളെ വഴിതെറ്റിക്കുന്നത് അവർക്ക് മാപ്പ് കൊടുത്ത് പൊതുജീവിതത്തിലേക്ക് വരട്ടെ. തെറ്റ് ചെയ്തവർ തെറ്റ് തന്നെയാണ് ചെയ്തത്. അവരെ പ്രായം കണക്കിലെടുത്ത് കൊലപാതകയാക്കി സമൂഹം കാണരുത്. അപ്പോൾ ഞാൻ പറയല്ല, ഞാൻ സംഭവം കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. കുഞ്ഞിൻ്റെ മാത്രമല്ല, കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ അവസ്ഥ ചിന്തിച്ചു നോക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ പറയുന്ന മാതിരി ഞാൻ ആ മക്കളെയും കുറ്റം പറയല്ല. അതിൽ ഏതോ ഒരാൾ വീട്ടിൽ പോയി നിന്ന മോന വിളിച്ച് വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ താക്കിയിട്ട്, അത് ആ നഞ്ചക്ക് എന്നൊക്കെ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് പോലും ചെയ്യാതെ കയ്യിൽ കൊണ്ടടക്കാത്തതാണ്. വിത്ത് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മളെ കയ്യിൽ വെക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് വരെ അടിച്ചിട്ട് അപ്പോൾ ആ മോൻ മരണപ്പെട്ട്. അപ്പോൾ ആ മോൻ്റെ ഭാവി ആലോചിച്ച് നോക്കും. ആ മോൻ മരിച്ചില്ലെങ്കിൽ ഇന്നിപ്പോൾ പരീക്ഷ എഴുതി നാളെ ഇപ്പോൾ ഒരു ഡോക്ടറോ വക്കീലോ അങ്ങനെ പലതും ആവേണ്ട ഒരു മോനാണ്. അപ്പോൾ ഞാൻ ആ ചെയ്ത ചെക്കന്മാരെ സപ്പോർട്ട് ചെയ്യല്ല, ഈ മോനെ അതാക്കുകയല്ല. അവരിത് ചെയ്തത് കൊണ്ടാണ് ഇപ്പം ആ മോൻ ഈ ലോകത്തോടില്ലാണ്ടത്. പക്ഷേ അതിന് തക്കതായ ശിക്ഷ അവർക്ക് കിട്ടുക തന്നെ വേണം. കാരണം ഇത് കിട്ടുക വെച്ചാൽ ഇങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഇങ്ങനെ ഇത് ആവർത്തിക്കാതിരിക്കും. ഇത് നമ്മളിപ്പോൾ 15 വയസ്സാണെന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി അല്ല, ഇവർ പറയുന്നുണ്ടല്ലോ ഈ കുഞ്ഞുങ്ങൾക്ക് 15 വയസ്സ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ 15 വയസ്സുകാരൻ്റെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടില്ലേ, നമ്മൾക്ക് ഇത് കേസ് നിസ്സാരമായിട്ട് ഇറങ്ങിപ്പോരാൻ പറ്റും. പിന്നെ ഒരുത്തം പറയുന്നുണ്ട് അവനെ ഞാൻ കൊല്ലുന്നു. ഇതൊക്കെ 15 വയസ്സുകാരൻ തന്നെയല്ലേ പറയുന്നത്. അപ്പം ഇവർക്ക് കുഞ്ഞു കുട്ടിയാണ് എന്നുള്ള പരിഗണന നിങ്ങൾ എങ്ങനെയാ കൊടുക്കുക? അല്ല, കൊടുക്കുന്നതല്ല കേട്ടോ. പക്ഷേ എന്താണ്, ചിലപ്പോൾ ആ ഒരു എന്താ പെട്ടെന്നുള്ള ഒരു ഇതിൽ പറ്റിപ്പോയതായിരിക്കാം. പക്ഷെ ശിക്ഷ എന്തായാലും അവർക്ക് നൽകണം, ലഭിക്കണം എന്നാണ് ഞാനും പറയുന്നത്. മാതൃകയായിട്ട് മാറണം. ആ കുട്ടികൾ ഇനി മുന്നോട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നാളെ ശരിക്കും 10-25 കൊല്ലം കഴിഞ്ഞ് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇതിൽ കാണാൻ അപ്പുറം ചിലപ്പോൾ ആവുകയുണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായം അതാ. കാരണം ഇന്നും അവരത് ചെയ്ത് ശിക്ഷയും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് ഒരു പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാളും വലിയ തെറ്റ് അവർ ചെയ്യേണ്ടാവും. ആ ഉപ്പാൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ നല്ലൊരു മോൻ, ആ ഒരു മോൻ വീട്ടിൽ വന്ന് എവിടെ ഒരു അടയാളം കാര്യങ്ങളൊന്നുമില്ല. ആ മോൻ്റെ ജീവൻ പോയില്ലേ. ഇന്നിപ്പോൾ ആ മോൻ പരീക്ഷ ചെയ്തതിൻ്റെ അല്ലേനോ, അതൊക്കെ നഷ്ടപ്പെട്ടില്ല ഈ ഒരു 5 ആൾക്കാർ. ഈ പ്രതികളെ എന്തിനാണ് പരീക്ഷ എഴുതിപ്പിക്കുന്നത്? നിങ്ങൾ പറഞ്ഞതിൻ്റെ മാതിരി അവർ കുഞ്ഞു കുട്ടിയാന്നുള്ള പരിഗണനയൊന്നും കൊടുക്കണ്ട. കള്ളൻ എന്നും കള്ളനാണ്. അത് വലുത് കട്ടാലും ചെറുത് കട്ടാലും കള്ളനെ നമ്മൾ കള്ളാന്നാ വിളിക്കല്. അതേപോലെ കൂട്ടത്തോടെ ആണെങ്കിലും ഒറ്റക്കാണെങ്കിലും കൊലപാതകി തന്നെയാണ്. ആ ലേബൽ ഒരിക്കലും അവന് മാറൂല. അവനത് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം വിവരമില്ലാത്ത ഒരാളെന്ന് പറയണ്ട. 15 വയസ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിവരമുണ്ട്. പിന്നെ മൊബൈലിലും മയക്കുമരുന്നിനും ഒക്കെ അഡിക്റ്റ് ആയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മയക്കുമരുന്ന് കൊണ്ടുവരുന്ന വിൽക്കുന്ന ആൾക്കാരെ പിടിക്കണം. അതിന് സമൂഹം ആദ്യം റെഡിയായി നിൽക്കണം. നമ്മൾ കണ്ട് കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് താമരശ്ശേരി ഒരു അമ്മേന, അത് ആ അമ്മ ആ മോൻ്റെ ഉപ്പ ഒഴിവാക്കി പോയതിന് ശേഷം ആ പെറ്റ ഉമ്മയാണ് ഓൻ അത്രയും കാലം പോറ്റി വളർത്തി ആ ഒരു തോതിൽ എത്തിച്ചത്. ആ അമ്മേനെ ഓൻ അത് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ, കാരണം വേറെ സപ്പോർട്ട് ഓനില്ല, വേറെ നോക്കാൻ ആരുമില്ല, ആ പാവപ്പെട്ട ആ ഉമ്മ മാത്രമാണ് നോക്കുന്നത്. ആ പെറ്റ ഉമ്മേനെ ഓൻ അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ലഹരിയാണ്. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ലഹരി വിമുക്തത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല, അല്ല നിൽക്കുന്നുണ്ട്. ആ ഡാൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു നല്ല സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ. ഇല്ല, അങ്ങനെയാണെങ്കിൽ ആ ആഷിക്കിന്റെ ആ ഒരു കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നിയന്ത്രണം അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ആഷിക്ക് കൊന്ന ഒരു 1.5 മാസം ആയപ്പോൾ കടുത്ത കൊലപാതകവും ഈ പറഞ്ഞതുപോലെ താമസിച്ചു. ഇത് ലഹരിയെ കൊണ്ടാണെന്ന് പറയാനും പറ്റില്ല കേട്ടോ നിങ്ങൾ പറഞ്ഞ മാതിരി. കാരണം
താമരശ്ശേരിയും ഈങ്ങാപ്പുഴ രണ്ടും രണ്ട് വ്യത്യാസമാണ്. അടിവാരാണ് മറ്റേത് നടന്നത്. ഏടാ അല്ല, ഉമ്മാനെ കൊന്ന ആഷിക്ക് അടിവാരല്ല, കൈതപ്പൊയിൽ ആ ഭാഗത്താണ്. അത് അടിവാര ഭാഗത്തല്ലേ. അതും താമരശ്ശേരിയും തമ്മിൽ കുറെ വ്യത്യാസമുണ്ട്. പറയുമ്പം താമരശ്ശേരി എന്ന് പറയുന്ന ഒരു നമ്മളൊരു ഇതായിട്ട് ലെവലായിട്ട് പറയുന്നതേ ഉള്ളൂ. പക്ഷേ വരുന്നത് അടിവാരാണ്. അവിടെ എല്ലാവരും ഇപ്പം അതിന് വേണ്ടിയിട്ട് ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഇപ്പോൾ സംഭവിച്ച സംഭവം ചിലപ്പോൾ ലഹരി ആണെന്നും പറയാൻ പറ്റില്ല. തമാശയ്ക്ക് കളിച്ചിട്ട് പറ്റിപ്പോയതായിരിക്കും. പക്ഷേ അതിനിപ്പോൾ ലഹരി ആണെങ്കിലും അല്ലെങ്കിലും നാളെ ഒരു ദിവസം ഇവരിത് എന്താ പറയുക മുന്നോട്ട് ചിലപ്പോൾ ഇതിനേക്കാളും വലുത് ചെയ്തേക്കാം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് മക്കളെ ഫോൺ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇവർ കളിക്കുന്നതൊന്നും അല്ല. ആദ്യം വേണ്ടത് ഈ ലഹരി എത്തുന്ന സ്ഥലം സ്റ്റോപ്പ് ചെയ്യുക. അതിൻ്റെ മെയിൻ ആളെ പിടിച്ചാൽ ചെറിയ ചെറിയ ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ വൈക്കൊക്കെ കൊണ്ടത്. ഈ അടുത്തത് ഒരു ബുള്ളറ്റ് റാണി എന്ന് പറഞ്ഞൊരു പെണ്ണുങ്ങളാണ്. ഒരു ബുള്ളറ്റിൽ ബാംഗ്ലൂർ പോവുക, തിരിച്ച് വരിക, അങ്ങനെ പിടിച്ച്, അതും ലഹരി. പിന്നെ ഒരു നമ്മളെ അഫ്നാസ് അല്ല എന്താ അഫ്നാസോ ഏതോ ഒരു ചെക്കെ 5-6 ആളെ കൊന്നു വെഞ്ഞാറമൂട്. എന്താ കാരണം എന്ന് പോലും ഓർമ്മ. ലഹരിയാണോ അല്ലെങ്കിൽ വേറെ എന്താണോ ഒന്നും ഓർമ്മയില്ല. ഒക്കെ ഒരേ പേറ്റേണിലാണ് കൊന്നത്. മുഖത്തും കണ്ണിനൊക്കെ ഒരു എന്തോ ഒരു ഹാമറോ എന്തോ സംഭവം കൊണ്ട് അടിച്ച് കുയ്യാക്കി വെച്ചിട്ടാണ് കൊന്നത്. സ്വന്തം അനിയനെ വരെ. എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മുകളിലെ മോനാ. ഓൻ ഇങ്ങനെ 5-6 ആൾക്കാരെ കൊന്ന സംഭവം. ഇതെല്ലാം ലഹരി എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ ലഹരി ഉപയോഗിക്കാതെ നിന്നാലും പ്രശ്നം കഴിഞ്ഞില്ലേ. ഇപ്പോൾ സിഗരറ്റ് വിൽക്കണ്ടെന്ന് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ട് എല്ലാവരും സിഗരറ്റ് വലിക്കുന്നുണ്ട്. ഇപ്പോൾ ലഹരി വിൽക്കുന്നതോ കൊണ്ടുവരുന്നതോ അല്ല, വാങ്ങി വെക്കുന്നതും പ്രശ്നമല്ലേ. അങ്ങനാണെങ്കിലും നമ്മൾ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ലഹരി വിൽക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ അത് ഒരാൾക്ക് കൊണ്ടു കൊടുത്ത് ഓൻ വാങ്ങിയനെ കൊണ്ടല്ലോ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല കുറ്റക്കാരനാവുന്നത്, അവനും കുറ്റക്കാരൻ. ഈ സിഗരറ്റിൻ്റെ മുകളിൽ വെണ്ടയ്ക്ക അക്ഷരത്തെ എഴുതി വെച്ചിട്ട് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, പുകവലി ആരോഗ്യത്തിന് ഹാനികരം. എന്നാലോ വാങ്ങി വലിക്കാണ്ട് നിൽക്കലുണ്ടോ? ഞാൻ വരെ വലിക്കലുണ്ട്. അപ്പോൾ തെറ്റ് നമുക്കറിയാം എന്താണെന്ന്. അപ്പോൾ നമ്മളത് ചെയ്യുന്നത് കൊണ്ടാണ് അത് തെറ്റാകുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഈ ലഹരി കൊണ്ടുവരുന്ന ആൾക്കാർ മാത്രമല്ല, എല്ലാവരും കുറ്റക്കാരാണ്, ഈ വാങ്ങുന്നവരും വെക്കുന്നവരൊക്കെ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടും പറയാണ്ട് നിൽക്കുന്നത് അതിനേക്കാളും വലിയ തെറ്റാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരാൾ ലഹരി വെക്കുന്നുണ്ട്, വെച്ചോട്ടെ ഞാൻ വെക്കുന്നില്ലല്ലോ ചിന്തിക്കുന്നില്ലേ, അതും തെറ്റാണ്. നമ്മളിത് പ്രതികരിക്കാത്ത നിൽക്കുന്നതിനെ കൊണ്ടാണ് ഈ അപകടം കാര്യങ്ങളൊക്കെ വന്നത്. ഇന്നിപ്പോൾ ഒരു മോൻ മരിച്ച്, നമ്മൾ നോക്കിക്കോ, ചുരുങ്ങിയ കാലം കൊണ്ട് ഇനിയും ഇത് ഇങ്ങനെ സംഭവിക്കും, ഇഷ്ടം പോലെ സംഭവിക്കും. പക്ഷെ നമ്മുടെ നിയമത്തിൻ്റെ പ്രശ്നമാണത്. ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാറ്റസിൽ എപ്പോഴോ നടന്ന സംഭവത്തിൻ്റെതാണ്. പക്ഷേ അത് മറ്റേ സിനിമയിലുള്ളതാണ്. അതിൽ വെച്ചതല്ല, മോനെ വെച്ചിട്ട്. ഞാനിപ്പോൾ കാണിച്ചത് വലിയ സംഭവമായിട്ട് കാണിച്ചല്ല. ആ മോനെ വെച്ചിട്ട് പറയാൻ കാരണം വെച്ചാൽ ഈ സിനിമയിലുള്ള സംഭവം, എപ്പോഴോ ഉള്ള സിനിമയിലുള്ള സംഭവമാണ്. അപ്പോൾ അതിവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയം പോലീസുകാരൊക്കെ പൈസ ഉള്ളവന് ഇവിടെ എങ്ങനെ വേണമെങ്കിലും നടക്കാം. തെറ്റ് ചെയ്ത പൈസയാണ് എല്ലാത്തിനും. ഇപ്പോൾ മറ്റേ വെറ്റിനറി കോളേജിൽ ഒരു ആദിവാസിനെ കൊന്നത്, അത് ഇപ്പോൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? എന്തെങ്കിലും ആയോന്ന്? പിന്നെ ഈ അടുത്ത് റാഗിങ് ചെയ്തത്, എന്തൊക്കെ സംഭവങ്ങൾ, എത്ര മരണങ്ങളാണ്. ഈ ഓരോരുത്തർ മരിക്കുന്നതിനനുസരിച്ച് അവരെ കുടുംബത്തിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. ഇനിയിപ്പോൾ നാളെ ഞാനാണെങ്കിൽ എന്തെങ്കിലും സംഭവത്തിൽ ഇന്ന കൊന്ന് അല്ലെങ്കിൽ ഞാൻ മരിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ്. പക്ഷേ എൻ്റെ ഫാമിലീനെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മേനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. ഈ കൊല്ലാൻ വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ചെയ്യുന്നവരാണെങ്കിലും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കണം, നമുക്കൊരു ഫാമിലി ഉണ്ട്, അത് നമ്മൾ ആദ്യം നോക്കണം. ഈ ഒരു മോൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്, അത്ര പ്രായമായിട്ടുള്ളൂ, 10-15 വയസ്സായിട്ടുള്ളൂ. ഇതുവരെ ഓൻ്റെ ഉമ്മ റിക്കവർ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മെസ്സേജ് അയച്ച ഗഫൂറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഗഫൂറെ, നിന്റെ മകനായിരുന്നു ഇത് സംഭവിച്ചതെങ്കിൽ നീ മാപ്പ് കൊടുക്കുകയായിരുന്നോ ഈ 5 പിള്ളേർക്കും? എനിക്ക് അത്രേ ചോദിക്കാനുള്ളത്. സ്വന്തം നമുക്കെന്താ അറിയോ, നമുക്കൊക്കെ പറ്റെന്താ വെച്ചാൽ, ഇപ്പം ഞാനാണെങ്കിൽ പോലും ആ മോൻ മരിച്ച് ഏറിപ്പോയ കുറച്ച് ദിവസം സങ്കടം ഉണ്ടാവും. പിന്നെ എന്നോട് ചോദിച്ചാൽ പറയും, അവർ അമ്മാമ്മ കച്ചറ കളിച്ചിട്ടല്ലേ, അതിപ്പോൾ പറ്റേണ്ടേ പറ്റി, ഇനിയിപ്പോൾ അതിനെ പറ്റി ഇതാക്കിയൊരു കാര്യമൊന്നുമില്ല, ഓൻ കച്ചറ കളിക്കാൻ പോയി. അതേ സ്ഥാനത്ത് ഈ മരിച്ച മോൻ എൻ്റെ അനിയനോ എൻ്റെ മകനോ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളെ മോനോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല പറയാ.
അവനവന്റെ നേർക്കെത്തുമ്പോ അവനവൻ അത് മനസ്സിലാവും വരുന്നത്. കാരണം നമ്മൾ ഈ ലോകത്ത് എന്ത് നടന്നാലും അത് നമ്മൾ ആരും അല്ല. ഇപ്പോൾ ഞാനും ഇവിടെ നിൽക്കുന്നു, ഇവിടെ ഒരുത്തൻ കയറി അടിച്ച് അല്ലെങ്കിൽ ഒരുത്തൻ കയറി തോണ്ടി ഞാൻ പ്രതികരിക്കും. അതേ സ്ഥാനത്ത് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്ന പോക്കിൽ ഒരു പെണ്ണിനാ ഒരുത്തൻ തോണ്ടുന്നത്, ഒരെന്തായിക്കോട്ടെ, ഒരു ചിലപ്പോൾ അറിയുന്നവരായിരിക്കും, അല്ലെങ്കിൽ അതാണ് പ്രശ്നം. നമ്മളൊന്നും നമ്മളെ ആൾക്കാരല്ല, നമ്മളെ കുടുംബമല്ല, പുറത്തുള്ളത് ആരോ ആണ് എന്നുള്ള ചിന്താഗതിനെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ആ മോന് ഇപ്പോൾ പറഞ്ഞ ഗഫൂർ എന്ന് പറഞ്ഞ മൂപ്പര് വെച്ച മെസ്സേജ് ഞാൻ പറയാം, ഈ ഗഫൂർക്ക നിങ്ങളുടെ മകനോ പെങ്ങളെ മകനോ ആരെങ്കിലും ആണെങ്കിൽ ഈ 5 ആൾക്കാർ നിങ്ങൾ വെറുതെ വിടാൻ പറയുമോ? അതാ ചോദ്യം. പിന്നത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ, അതായത് എനിക്ക് കൈ മുറിഞ്ഞാൽ എനിക്ക് വേദനിക്കുള്ളൂ, അതെല്ലാവർക്കും അങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേദനിക്കുക, ഇവർക്ക് കൈ മുറിഞ്ഞാൽ എനിക്കെങ്ങനെ വേദനിക്കാനാ? കാരണം ഓളെ കയ്യാ മുറിഞ്ഞ്, അവിടെയാണ് നമുക്കൊക്കെ പറ്റുന്നത്. ഇവിടെ കൈ മുറിഞ്ഞാൽ നമുക്ക് വേദന ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു വേദന നമുക്ക് അനുഭവപ്പെടുന്ന രീതിയിലൊന്നും മുറിവ് പറ്റിയോന്റെ വേദന മനസ്സിലാക്കണേ, മുള്ളെങ്കിലും കുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗഫൂറെ നിന്റെ നേർക്ക് വരുന്ന സമയത്ത് നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ആ മാതാപിതാക്കളുടെ നിങ്ങളല്ല ഏതൊരാളാണെങ്കിലും, ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഇപ്പൊ പറഞ്ഞല്ലോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, പക്ഷെ നമുക്ക് അഭിപ്രായം പറയാം. എന്ത് ചെയ്യണം, അഭിപ്രായം പറയരുത്. കാരണം ഈ മക്കളൊന്നും ഒരിക്കലും വെറുതെ വിടരുത് എന്ന് എൻ്റെ അഭിപ്രായം. നാളെ ഇവരിപ്പോ ഇതിന് മേലെ ഇവർ ചെയ്തു കൂട്ടും. ലൈസൻസ് ആയിരിക്കും, കാരണം ഒരു കൊലപാതകം ചെയ്ത് ഞങ്ങളെ വെറുതെ വിട്ടു പിന്നെ എന്തു ആവാല്ലോ എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കും. പക്ഷെ എന്താ, ഈ നാട് നമ്മളെ നാട് ഒരിക്കലും നന്നാവൂല. നമ്മളെ നാട്ടിൽ പ്രശ്നം എന്താ വെച്ചാല് പൈസ ഉള്ളവൻ മുമ്പിൽ, പൈസ ഇല്ലാത്തവൻ താഴെ. ഈ ഗുരുവായൂർ അമ്പലം തന്നെ ആണല്ലേ, ഗുരുവായൂർ അമ്പലത്തിൽ ഏറ്റവും കൂടുതൽ മുൻഗണന VIP-സിനാ. ഈ മുത്തപ്പൻകാവ് പോയിക്കോ, മുത്തപ്പൻകാവിൽ ഏത് മതത്തിലും പോവാം, ഏതൊരു മതമുള്ള ആൾക്കാർക്കും പോവാം. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അങ്ങനെയൊന്നുമില്ല. പിന്നെ അവിടെ നായി വരെ ഉള്ളിൽ കയറലുണ്ട്. ദൈവമാണത്, ദൈവത്തിൻ്റെ ഒരു പ്രതിരൂപമായിട്ട് കാണുന്നതാണ്. പിന്നെയുണ്ട് കുറേ അമ്പലം അങ്ങനെ ഉണ്ട്. അപ്പോൾ അമ്പലത്തിലൊക്കെ ഓരോരോ വിശ്വാസങ്ങളാണ്. അതേമാതിരി നമ്മളെന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊന്ന് വന്നു കഴിഞ്ഞാലേ നമുക്ക് അതിനെ പറ്റിയുള്ള സങ്കടം ഉണ്ടാവും. ഇപ്പോൾ ഇതിപ്പോൾ പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞില്ല, ഇതിലിപ്പോൾ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സും ഇഷ്ടംപോലെ ഇൻസ്റ്റാഗ്രാം ആൾക്കാരും അല്ലാത്തവരും വീഡിയോക്കാരും മീഡിയക്കാരും മറിച്ച് എല്ലാവരും അഭിപ്രായം പറയും. പക്ഷെ ആർക്കും സങ്കടമില്ല. മോൻ പോയ കാര്യത്തിൽ ഏറിപ്പോയി ഞാനൊക്കെ ചിലപ്പോൾ കുറച്ച് സങ്കടപ്പെടും. എനിക്കൊന്നും നാളൊന്നും വരാനില്ല, എൻ്റെ ആരോയെ ആ മരിച്ച മോൻ എൻ്റെ ആരുമല്ല. പക്ഷേ ഉള്ളനാളും വേദന അനുഭവിച്ച് നിൽക്കേണ്ട ആ മോൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ ഓരോ വേദന ഒന്ന് അനുഭവിച്ച് നോക്ക്. നമുക്ക് ആർക്കും ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഓനെ പറ്റി അടുത്ത മാസം കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറയുന്ന കുഴപ്പമില്ല. ഇതൊക്കെ പറയുന്നതിനനുസരിച്ച് ഈ വീട്ടിലുള്ള ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഓരോ മനസ്സിൽ എൻ്റെ മോൻ പോയല്ലോ എന്നുള്ളൊരു മനസ്സുണ്ട്. ആ ഒരു സങ്കടം ഉണ്ടല്ലോ, അത് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരും നമ്മളെ നാട്ടിൽ എന്ത് സംഭവിച്ചാലും നമ്മളെ പ്രശ്നമായിട്ട് അത് കണക്കാക്കുക. മാക്സിമം നമ്മളെ തന്നെ അത് വിചാരിച്ച് കണക്കാക്കുക. അതുകൊണ്ട് ഈ മക്കളെ ഞാൻ വേദനിപ്പിക്കാനതാക്കാനൊന്നും പറയുന്നില്ല. ഈ 5 ആൾക്കാർ ചിലപ്പോൾ അറിയാണ്ട് അറിഞ്ഞത് പറ്റുകയാണെങ്കിലും പരിഗണന പോലും അവർക്ക് കൊടുക്കാൻ പാടില്ല. അല്ല, സംഭവം ഒക്കെ ഒരേ സമപ്രായക്കാരും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അവർ ഇനിയും തെറ്റ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. അതിനോട് തക്കതായിട്ട് എന്താണെന്ന് അന്വേഷിച്ചിട്ട് അവരെ നോക്കുക. പിന്തിരുത്താനതാക്കാനൊന്നും പറ്റുന്ന പ്രായമൊന്നുമല്ല. കാരണം നന്നാവൂല, അവർക്ക് നന്നാവാനുള്ള ഒരു അവസരം നമ്മൾ കൊടുത്തിട്ടും കാര്യമില്ല. അവർ നന്നാവൂല. കാരണം പൈസയുടെ മേതെ ജീവിച്ച ആൾക്കാർ, അവർക്കറിയാം പൈസയുടെ പവർ കൊണ്ട് എന്തും നടക്കുമെന്നുള്ളത്. ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ ആ കൊലപാതകത്തിന് ചെയ്യാൻ ഇറങ്ങിയത്. എൻ്റെ അച്ഛൻ പോലീസിലാണ്, എൻ്റെ അച്ഛൻ രാഷ്ട്രീയത്തിലാണ്, എൻ്റെ അച്ഛൻ ടീച്ചറാണ്, എൻ്റെ അച്ഛൻ മാഷാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് അവർ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. അപ്പം നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൗൺസിൽ ചെയ്യുക. കാരണം എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ മാതാപിതാക്കളുടെ അടുത്ത് പറയണമെന്ന് കുട്ടികളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക. അവനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പക്ഷെ അവൻ ഇന്ന് ജീവിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവൻ വേണമെന്ന് വെച്ചിട്ട് പ്ലാൻ ചെയ്ത് പോയതാണ്. അത് ഇൻസ്റ്റാഗ്രാം വഴി വോയിസ് വരെ പുറത്ത് വന്നില്ലേ? ഉണ്ടാവാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് വെച്ചാൽ, ഈ നീതി കിട്ടുന്ന രീതിയിൽ ഇവർക്കുള്ള ഇത് കൊടുക്കാം. പരീക്ഷയ്ക്ക് എഴുതുന്ന വെച്ചാൽ കോപ്പി അടിച്ചാൽ വരെ ഒഴിവാക്കുന്ന സ്കൂളാ. ഒരാൾ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ നിന്ന് അവനെ പുറത്താക്കലുണ്ട്. അപ്പോൾ ഒരാളെ കൊന്നിട്ടും പരീക്ഷയ്ക്ക് എഴുതാന്ന് പറഞ്ഞാൽ ആ മോനും ശരിക്കും മര്യാദയ്ക്കാണെങ്കിൽ ആ പരീക്ഷ എഴുതേണ്ട മോനല്ലേ. മോൻ്റെ പരീക്ഷ എഴുതാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇവർ 5 ആളും ശരിക്കും പരീക്ഷ എഴുതാൻ പാടില്ല. ശരിക്കും നമ്മുടെ നാട്ടിൽ കല്ല് വാരിയിടുന്ന ആൾക്കാരെയും ചോറ് തിന്നാൻ നമ്മൾ അനുവദിക്കരുത് എന്ന് പറയല്ലേ, അതേപോലെയാണ്.
അപ്പോൾ നമ്മൾ കല്ല് വാരി തിന്നുമ്പോൾ അവർ ചോറ് തിന്നുന്നത് ശരിയുള്ള കാര്യമല്ലല്ലോ. എൻ്റെ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവണം. ഗഫൂറെ, നിന്നെപ്പോലുള്ള ആൾക്കാർ അത് മനസ്സിലാക്കണം. കാരണം നിന്റെ കുഞ്ഞിനായിരുന്നു ഇത് പറ്റിയത് എന്ന് നീ സ്വയം ചിന്തിക്കുക ഗഫൂറെ. അതുകൊണ്ട് ഇങ്ങനെ ആ ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇനിയെങ്കിലും മെസ്സേജ് അയക്കാതിരിക്കുക. അത് ഗഫൂർ എന്നില്ല, ആര് തന്നെയാണെങ്കിലും തെറ്റ് തന്നെയാണ്. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് കാണിക്കുക. ആര് ചെയ്താലും അത് പ്രായത്തിന്റെ പരിഗണനയോ അല്ലെ പൈസയുടെ പരിഗണനയോ ഒന്നും കൊടുക്കണ്ട. കൂടി നമ്മളിപ്പോ ചെയ്ത തെറ്റിൽ അവര് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അല്ല, അവരെന്നല്ല, ഈ ഒരു ഏജിലുള്ള മക്കൾക്ക് ഒരു ചിന്താഗതി ഉണ്ടാവും. കഴിഞ്ഞ ദിവസം താമരശ്ശേരി ഒരു ചെക്കനെ കൊന്ന് 5 ആൾക്കാർക്കും വയസ്സായില്ല. അപ്പോൾ ഇത് മുതലെടുത്തിട്ട് ചിലപ്പം വലിയ ആൾക്കാർ വരെ മക്കൾക്ക് പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ വരെ നമ്മളെ നാട് എത്തിയേക്കാം. പറഞ്ഞതാട്ടോ, ജസ്റ്റ് ഒരു ക്ലൂ പറഞ്ഞതാണ് ഞാൻ. കാരണം ഇപ്പോൾ അവർക്ക് വയസ്സ് 15-16 വയസ്സാണ്. അപ്പോൾ ഏറിപ്പോയൊരു 10 കൊല്ലം കിടന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങ് പോരാന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നാളെ ഇതൊരു ടാർഗറ്റായിട്ട് നിൽക്കും, ഒരു ലക്ഷ്യമായിട്ട്. അതായത് ഇങ്ങനത്തെ മക്കളെ പിടിച്ചു കഴിഞ്ഞ് അവർക്ക് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവരത് ചെയ്ത് കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ഇറങ്ങിപ്പോരാ, ഓരോ വേദനയാക്കുക കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് മുതലെടുക്കുന്ന ആൾക്കാരും ചിലപ്പോൾ ഉണ്ടായേക്കാം. ചിന്തിച്ച് നോക്ക് നിങ്ങളൊന്ന്, ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. ഇപ്പോഴുള്ള മക്കൾ ഒരു കുഴപ്പമില്ലാണ്ട് ഇറങ്ങി വന്നാൽ നാളെ ഇതൊരു വൻ ലക്ഷ്യമായിരിക്കും എല്ലാവരും. കാരണം ചെറിയ മക്കളെ ടാർഗറ്റ് ചെയ്യുക, അവർക്ക് പൈസയും കാര്യമൊക്കെ കൊടുക്കുക, കൊല്ലേണ്ട ആൾക്കാർ അവർക്ക് പുറമേച്ചാൽ പോരെ. അവർക്ക് വലിയ കേസുണ്ടോ? ഏറിപ്പോയാൽ ജുവനൈൽ ഹോമിൽ അടിക്കും. 10 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങിപ്പോരാ. അത് വരെ നോക്കാനുള്ള പൈസയും കൊടുക്കുമെന്ന് പറഞ്ഞുണ്ടാക്കി പോരെ. നടക്കുന്ന കാര്യമാണിത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പം ഇത്രേ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.